بسم الله الرحمن الرحيم عادتك حالي لا سري بمستتري عن الوشاة ولا دائي بمنحسمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ബുർദ പഠന ക്ലാസ് 5-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാനും തഖ്വയും ഹിദായത്തും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശരീരത്തെ അഭിസംബോധകനാക്കി നിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബത്തിൻ്റെ പ്രകടനങ്ങൾ ആ ശരീരത്തോട് സംസാരിച്ച് അവിടുത്തെ വേദന പ്രകടിപ്പിക്കുന്ന ഒരു ശൈലിയിൽ കാര്യങ്ങൾ പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, അദത്തുക ഹാലിയ ലാ സിരി ബി മുസ്തതിരി, എൻ്റെ അവസ്ഥ നിന്നിലേക്ക് വിട്ടുകിടക്കട്ടെ. അഥവാ എൻ്റെ മനസ്സിലുള്ള സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബത്തിൻ്റെ ആധിക്യം അത് നിനക്കുണ്ടായിരുന്നുവെങ്കിൽ നീ എന്നെ കുറ്റം പറയുകയില്ല. എൻ്റെ ഈ അനിയന്ത്രിതമായ സ്നേഹത്തിൻ്റെയും ഈ ഇഷ്കിൻ്റെയും കാരണത്തിൽ നീ ഒരിക്കലും എന്നെ ആക്ഷേപിക്കുകയില്ല. ഈ ഒരവസ്ഥ നിനക്കുണ്ടായിരുന്നുവെങ്കിൽ നിനക്ക് ഇതിൻ്റെ വസ്തുത, ഇതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ അവസ്ഥ നിന്നിലേക്ക് വിട്ടുകിടക്കട്ടെ, നിന്നിലതുണ്ടാവട്ടെ, അപ്പോൾ നിനക്ക് കാര്യം തിരിയും. എന്നാൽ ലാ സിദ്ദി ബി മുസ്തതിരി, എൻ്റെ രഹസ്യം അത് മറഞ്ഞു കിടക്കുന്നതല്ല അനിൽ ഉഷാത്തി, ഏഷണിക്കാർക്ക്. കാരണം എൻ്റെ ഈ സ്നേഹത്തിൻ്റെ കാര്യം എല്ലാവരിലും പരസ്യമായിട്ടുണ്ട്, അത് നീ മറച്ചു വെക്കാൻ പറ്റുന്നതല്ല. വലാ ദാഇ ബി മുൻഹസിമി, എൻ്റെ രോഗം അതിനിക്ക് ശമനമില്ല. മുൻഹസിമി എന്ന് പറഞ്ഞാൽ അത് നിലച്ചു പോകുന്നില്ല, നിന്നു പോകുന്നില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഹാനവർകൾ ഈ ബൈത്തിലൂടെ പറയുന്നത്, എൻ്റെ അവസ്ഥ പോലത്തെ ആ സ്ഥിതി നിനക്കുണ്ടാവുകയാണെങ്കിൽ നിനക്ക് ഈ അനുപമ സ്നേഹത്തിൻ്റെ, ഈ മഹബത്തിൻ്റെ യാഥാർത്ഥ്യം നിനക്ക് ബോധ്യപ്പെടും. എൻ്റെ ഈ സ്നേഹത്തിൻ്റെ രഹസ്യം അത് ആരെ തൊട്ടും മറഞ്ഞതല്ല, അത് പരസ്യമാണ്. ഏഷണിക്കാർക്ക്, കുറ്റം പറയുന്നവർക്ക് അത് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്, ആരെ തൊട്ടും അത് മറഞ്ഞു പോകുന്നില്ല. എന്നാൽ എൻ്റെ ഈ മഹബത്തിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കഠിനമായ ഈ സ്നേഹം അത് കാരണം എന്നിൽ നിലനിൽക്കുന്ന ആ ഹൃദയവേദനയാകുന്ന രോഗം അതെനിക്ക് ശമനവുമില്ല എന്ന് മഹാനവർകൾ പറയുകയാണ്. അപ്പോൾ ബൈത്തിനർത്ഥം അദത്തിക്ക, നിന്നിലേക്ക് വിട്ടുകിടക്കട്ടെ, ഹാലിയ എൻ്റെ അവസ്ഥ, ലാ സിദ്ദി ബി മുസ്തതിരി, എൻ്റെ രഹസ്യം അത് മറഞ്ഞു പോകുന്നതല്ല, അനിലുഷാത്തി, ഏഷണിക്കാരെ തൊട്ട്, വലാ ദാഇ, എൻ്റെ രോഗമല്ല, ബി മുൻഹസിമിൻ, ശമനമുള്ളതുമല്ല. എവിടുന്ന്, എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഇന്നൽ മുഹിബ്ബ അനിൽ ഉദ്ദാലി ഫീ സ്വമമി മഹൽതനിൻ നുസ്ഹ, നീ എനിക്ക് ഉപദേശത്തെ, ഗുണകാംക്ഷയെ നിഷ്കളങ്കമാക്കി. ലാക്കിൻ ലസ്തു അസ്മഉഹു, ഞാനത് കേൾക്കാൻ തയ്യാറായില്ല. നീ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, നീ ഉപദേശിക്കുന്നത്, പക്ഷെ ഞാനത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നൽ മുഹിബ്ബ, ഒരു പ്രേമി, ഒരു സ്നേഹിക്കുന്നവൻ, അനിൽ ഉദ്ദാലി, ആക്ഷേപകരെ തൊട്ട്, ഫീ സ്വമമി, ബധിരതയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നല്ലോ, പ്രേമത്തിന് കണ്ണും മൂക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരാൾ മറ്റൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, മറ്റൊരു വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അതിനെക്കുറിച്ച് ആക്ഷേപിക്കുന്നതോ, മറ്റുള്ളവർ കളിയാക്കുന്നതോ, മറ്റുള്ളവർ കുറ്റപ്പെടുത്തലുകളോ അതൊന്നും ഒരു വിഷയമാക്കാതെ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ മഹാനവർകൾ പറയുകയാണ് സ്വന്തം ശരീരത്തോട്, നീ എന്നെ നിഷ്കളങ്കമായി ഉപദേശിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സ്നേഹിച്ചാൽ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ കടുപ്പം കൂടിയാൽ
ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടാകൂലേ, പ്രശ്നമാകൂലേ എന്ന ഉപദേശം നീ നൽകുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ സ്നേഹി, ഇവിടെ സ്നേഹിക്കപ്പെടുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യഥാർത്ഥ ഇഷ്ക് വെക്കുന്ന ഒരു അനുരാഗിക്ക്, ഒരു സ്നേഹിക്ക് ആക്ഷേപകരോ മറ്റുള്ളവരോ പറയുന്നത് അതൊരു വിഷയമാവുകയില്ല. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റത്തെ മഹബത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഈ കാര്യത്തിൽ ഒരാളുടെയും ഉപദേശം ഞാൻ കേൾക്കാൻ തയ്യാറല്ല എന്ന് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആത്മാർത്ഥമായി ഉപദേശിക്കുമ്പോൾ അതൊന്ന് കേട്ടു നോക്കിക്കൂടെ എന്നുള്ള തോന്നലിലേക്ക് മറുപടി എന്നോണം പറയുന്നു, ഞാൻ നരയുടെ ഉപദേശത്തെ തെറ്റിദ്ധരിച്ചു. ഫി അദലി, അത് ആക്ഷേപിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റിദ്ധരിച്ചു. എന്നാൽ വഷൈബു, നര, അബ്അദു, അത് ഏറ്റവും അകന്നതാണ്. ഫീ നുസ്ഹിൻ, അതിൻ്റെ ഉപദേശത്തിൽ, അനിത്തുഹമി, തെറ്റിദ്ധാരണയെ തൊട്ട്. നരയുടെ ഉപദേശത്തിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. നരയുടെ ഉപദേശത്തിൽ ഒരിക്കലും നാം എന്താക്കേണ്ടതില്ല. നമുക്കതിനെക്കുറിച്ച് മറ്റൊരു നിലക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം നര വന്നു കഴിഞ്ഞാൽ ആ നര നമുക്ക് നല്ല ഉപദേശമാണ്. വജാഅക്കുമുൻ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരിക്കുന്നു. അപ്പോൾ ജീവിതം നന്നാക്കാനും ജീവിതം മെച്ചപ്പെടുത്താനും ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ഇനി നരച്ചത് അത് മാറി കറുപ്പാവുകയില്ല, അത് മരണത്തിലേക്കുള്ള മുന്നറിയിപ്പാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നരയുടെ ഉപദേശം അതിൽ തെറ്റിദ്ധരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അത് യഥാർത്ഥ ഉപദേശകനാണ്. എന്നാൽ ഞാൻ ആ നരൻ്റെ ഉപദേശം തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ നര വന്നതനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചിട്ടപ്പെടുത്താൻ തയ്യാറായില്ല എന്ന് അവിടുന്ന് വിനയം പറയുകയാണ്. മഹാനവറുകൾ എല്ലാ നിലക്കും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നവരാണല്ലോ. പക്ഷേ നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അവിടുന്ന് ഒരു വിനയം പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ നരൻ്റെ ഉപദേശത്തിൽ തന്നെ അത് ആക്ഷേപിക്കുകയാണോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നരയാണെങ്കിലോ ഉപദേശത്തിൽ ഒരിക്കലും തെറ്റിദ്ധരിക്കാണ്ടതാണ്. കാരണം നരയുടെ ഉപദേശം അത് പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. നരച്ചത് ഇനി കറുത്ത് പിന്നെയും ഒരു ബാല്യജീവിതത്തിലേക്ക് പോവുകയില്ല, അത് മരണത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നര കൊണ്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതിലൊരിക്കലും നമ്മൾ ശങ്കിക്കേണ്ട, അതിലൊരിക്കലും നമ്മൾ സംശയമുണ്ടാകേണ്ട കാര്യമില്ല. എന്നാൽ ആ നരയിലും ഞാൻ സംശയിച്ചിരുന്നു എന്ന് അവിടുന്ന് ഉപമിച്ചുകൊണ്ട് പറയുകയാണ്. ഇതിനർത്ഥം ഇന്നിത്തഹംതു നസീഹ ഷൈബി, ഞാൻ നരയുടെ ഉപദേശത്തിൽ തെറ്റിദ്ധരിച്ചു. ഫി അദലി, അത് ആക്ഷേപമാണോ എന്ന്. എന്നാൽ ഷൈബു, നര, അബ്അദു, ഏറ്റവും അകന്നതാണ്. ഫി നുസ്ഹിൻ, അതിൻ്റെ ഉപദേശത്തിൽ, അനിത്തുഹമി, തെറ്റിദ്ധരിക്കലിനെ തൊട്ട്. ഇനി മുന്നോട്ടുള്ള ബൈത്തുകൾ സ്വന്തം ശരീരത്തിൻ്റെ കാര്യങ്ങൾ, ആ ശരീരത്തെ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളും ശരീരം വഴിതെറ്റിപ്പോകുന്ന കാര്യങ്ങളും ശരീരത്തെ നിയന്ത്രിക്കാഞ്ഞാലുണ്ടാകുന്ന അപകടങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഉണർത്തുന്ന തരത്തിലുള്ള ചില ബൈത്തുകളിലേക്കാണ് മഹാനവർകൾ ഇനി അങ്ങോട്ട് പ്രവേശിക്കുന്നത്. അവിടുന്ന് പറയുന്നു, ഫഇന്ന അമ്മാറതി ബിസ്സൂഇ മത്തഅളാത് മിൻ ജഗ്ലിഹാ ബിനദീരി ശൈബി വൽ ഹറമി. ഫഇന്ന അമ്മാറതി ബിസ്സൂഇ, ദോഷത്തിനോട് ചായ്വുള്ള എൻ്റെ ശരീരം, ഉദ്ദേശിക്കുന്നത് ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ എന്ന് പറയുമല്ലോ. അപ്പോൾ ദോഷത്തോട് ചായ്വുള്ള എൻ്റെ ശരീരം, മത്തഅലത്ത്, അത് ഉപദേശം സിദ്ധിച്ചില്ല, മിൻ ജഹ്ലിഹ, അതിൻ്റെ അജ്ഞത കാരണം, ബിനദീരി ഷൈബി, നരയുടെ മുന്നറിയിപ്പ് കൊണ്ടും, വൽ ഹറമി, വാർദ്ധക്യത്തിൻ്റെ മുന്നറിയിപ്പ് കൊണ്ടും. നരയും വാർദ്ധക്യവും വന്നാൽ പിന്നീട് ഇനി വാർദ്ധക്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക്, യുവത്വത്തിലേക്ക് തിരിച്ചു പോവുകയില്ല. നര വന്നു കഴിഞ്ഞാൽ അത് ഇനി കറുപ്പ് ആയി, പ്രകൃതിപരമായിട്ട് അത് കറുപ്പാവുകയില്ല, അതങ്ങോട്ട് മരണത്തിലേക്ക് നീങ്ങിപ്പോവുകയാണ് ചെയ്യുക. എന്നാൽ എൻ്റെ അജ്ഞത കാരണം, എൻ്റെ ചിന്തയില്ലായ്മ കൊണ്ട് ഞാൻ അതിൻ്റെയൊക്കെ ഉപദേശം, അതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ചില ഉപദേശങ്ങളും ശരീരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില പാഠങ്ങളുമാണ്. എന്നാൽ എൻ്റെ ആ ശരീരത്തിൻ്റെ അജ്ഞത കാരണം അത് ഉപദേശം സിദ്ധിച്ചില്ല എന്ന് അവിടുന്ന് പറയുകയാണ്. അപ്പോൾ
ശരീരത്തിന് രണ്ടവസ്ഥയുണ്ട്. ഒന്ന് പൈശാചികമായ അവസ്ഥ, മറ്റൊന്ന് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു മലക്കിൻ്റെ ശക്തി പ്രാപിക്കാൻ കഴിയുന്ന അവസ്ഥ. ഈ രണ്ടിലും ഏതാണോ മികച്ചു നിൽക്കുന്നത് അതനുസരിച്ചാകും മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ അവിടുന്ന് പറയുകയാണ്, ദോഷത്തോട് ചായ്വുള്ള എൻ്റെ ശരീരം ഈ നരയുടെയോ വാർദ്ധക്യത്തിൻ്റെയോ മുന്നറിയിപ്പ് കൊണ്ട് അതിൻ്റെ അജ്ഞത കാരണം ഉപദേശം സിദ്ധിച്ചില്ല. ബൈത്തിൻ്റെ അർത്ഥം ഇന്ന അമ്മാറത്തി ബിസ്സൂഇ, ദോഷത്തോട് ചായ്വുള്ള എൻ്റെ ശരീരം, മത്തഅലത്ത്, അത് ഉപദേശം സിദ്ധിച്ചില്ല, മിൻ ജഹിലിയ, അതിൻ്റെ അജ്ഞത കാരണം, ബിനദീരി ഷൈബി, നരയുടെ മുന്നറിയിപ്പ് കൊണ്ടും, വൽ ഹറമി, വാർദ്ധക്യത്തിൻ്റെ മുന്നറിയിപ്പ് കൊണ്ടും. പിന്നീട് പറയുകയാണ് വല അഅദ്ദത്, ആ ശരീരം ഒരുക്കി വെച്ചിട്ടില്ല, മിനൽ ഫിഇലിൽ ജമീലി, നല്ല പ്രവർത്തനത്തിനാൽ, ഖിറാളൈഫിൻ, ഗസ്റ്റിനെ സ്വീകരിക്കാൻ, അലമ്മ, അത് ഇറങ്ങിയിരിക്കുന്നു, ആ ഗസ്റ്റ് ഇറങ്ങിയിരിക്കുന്നു, ബി റൈസി, എൻ്റെ തലയിൽ, വൈറ മുഹ്തശമി, ലജ്ജയില്ലാതെ. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലയിൽ നര വന്നു കഴിഞ്ഞാൽ അത് മരണത്തിൻ്റെ മുന്നറിയിപ്പുകാരനാണ്, മരണം വരാനുണ്ട് എന്ന മുന്നറിയിപ്പുകാരനാണ്. എന്നാൽ ആ തലയിൽ നര വന്നപ്പോഴും ഞാൻ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇനി കൂടുതൽ താമസമുണ്ടാവുകയില്ല, ഇനി എല്ലാ നിലക്കും അള്ളാഹുലേക്ക് അടുക്കുക, ഇനി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ഇനി ഖൈറ് കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാനും നന്മകൾ കൂടുതൽ ചെയ്യാനും ശ്രദ്ധിക്കുകയായിരുന്നു വേണ്ടത്. എന്നാൽ ആ മരണമാകുന്ന ആ ഗസ്റ്റിനെ സ്വീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യൽ, അത് എൻ്റെ ശരീരം അതിന് മുന്നോട്ട് വന്നില്ല. വല അഅദ്ദത്ത്, ആ ശരീരം തയ്യാർ ചെയ്തില്ല, മിനൽ ഫീലിൽ ജമീലി, നല്ല പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ, ഖിറാലൈഫിൻ, ഗസ്റ്റിനെ സ്വീകരിക്കാൻ, ഖിറാലൈഫിനെ ഗസ്റ്റിനെ സ്വീകരിക്കാൻ, അലമ്മ, അത് ഇറങ്ങിയിരിക്കുന്നു, ബിർഇസി, എൻ്റെ തലയിൽ, വൈറ മുഹ്തശിമി, ലജ്ജയില്ലാതെ. അപ്പോൾ ഗസ്റ്റിനേക്ക് തയ്യാർ ചെയ്യുന്ന, ഗസ്റ്റിനെ സ്വീകരിക്കുന്ന ആ ഒരു അവസ്ഥ, അത് ഇവിടെ ചെയ്യേണ്ടത് സൽക്കർമ്മങ്ങളും നന്മകളും അള്ളാഹു പൊരുത്തപ്പെടുന്ന കാര്യങ്ങളും ചെയ്തുകൊണ്ട് മരണത്തിലേക്ക് അടുക്കാനുള്ള, ആ മരണം സ്വീകരിക്കാനുള്ള, മർഹബൻ ബിൽ മൗത്ത് പറയാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. അത് ശരീരം ചെയ്തില്ല. ശരീരം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം ഞാൻ ചെയ്തില്ല എന്ന് മഹാനവർകൾ അവിടുന്ന് വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ബൈത്തുകളിൽ നമുക്ക് ബാക്കി വിഷയങ്ങൾ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ധാരാളം ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.